ഹായ് ഫ്രണ്ട്സ്, ഊസ്ലേജ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇതിന് ശേഷം കുറച്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ അതേമാതിരി ഞാൻ നല്ലൊരു കട്ടിങ് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയും എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക. ഒന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ഞാൻ ബ്രൈഡൽ ബൊട്ടിക്ക് അത് മസ്റ്റായിട്ട് എല്ലാവരും ഫോളോ ചെയ്താൽ അതിന് റീൽസും സ്റ്റോറിയും ഒക്കെ പുതിയ പുതിയ മോഡലുകൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കേട്ടോ. അടുത്തത് ഇതാണ് കേട്ടോ ഞാൻ ചെയ്തത്. പ്രിൻ്റഡ് കുർത്തിയാണ്. കുർത്തി സെറ്റാണ്. 3 സെറ്റ് ചെയ്തതിൽ ഫസ്റ്റ് സെറ്റ് ഇതാണ്. ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. അതേപോലെ തന്നെ സ്ലീവിന് നല്ലൊരു വെറൈറ്റി ഇത് കൊടുത്തിട്ടുണ്ട്. ഒരു വി കട്ടിൽ സ്ട്രാപ്പൊക്കെ കൊടുത്തു. ബോട്ടത്തിൻ്റെ പീസ് എടുത്ത് ബോക്സൊക്കെ ആക്കി ചെറിയൊരു ഓപ്പണൊക്കെ കൊടുത്ത് ഒരു വെറൈറ്റി സ്ലീവ് ചെയ്തതാണ് കേട്ടോ. അതേമാതിരി 2 ഫ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബോട്ടം, ഇതാണ് ഷോള്. കോളർ നെക്കാണ്, ചൈനീസ് നെക്ക്. അതേമാതിരി മെയിനായിട്ട് ഇത് പ്രിൻസസ് കട്ടിലാണ് കേട്ടോ ചെയ്തത്. 6 പീസാണ് ചെയ്തത്. അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അടുത്തത് ഈ കോഫി ബ്രൗൺ കളറിൽ ഫ്ലോറൽ പ്രിൻ്റ് തന്നെയാണ് ചെയ്തത്. യോക്ക് ഇറക്കിയിട്ടുള്ളൊരു മോഡലായിരുന്നു. ഗാദറിങ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അതേമാതിരി യോക്കിന് ഒരു കുഞ്ഞു ലേസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ സ്ലീവാണ് എനിക്ക് വെറൈറ്റി ആയി തോന്നിയത്. ഞാൻ ചെയ്തതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ലീവ് നമ്മുടെ കയ്യിൽ കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതായത് ചെറിയ സ്ട്രാപ്പ് ടിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രസമുണ്ട് കാണാനും. യോക്ക് കണ്ടില്ലേ, ഗാദറിങ് കൊടുത്തത് നല്ല ഭംഗിയുണ്ട്. അടുത്തത് ഞാൻ മുക്കത്തുനിന്ന് കൊണ്ടുവന്ന മെറ്റീരിയലാണ് കേട്ടോ. അവർ എന്നോട് തന്നെ തുണി സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു പ്രിൻ്റഡ് കുർത്തി സ്റ്റിച്ചാക്കിയില്ലായിരുന്നു. ആ സെയിം സാധനം തന്നെ അവർക്ക് സ്റ്റിച്ചാക്കാൻ പറഞ്ഞു. അപ്പോൾ അതേമാതിരി തന്നെ അതിന് പറ്റുന്നൊരു മെറ്റീരിയൽ എടുത്തു. ഇതിനൊക്കെ ഞാൻ 3.5 മീറ്ററാണ്. കാരണം എല്ലാം ഫുൾ സ്ലീവ് ആയത് കാരണം 3.5 മീറ്റർ 3.25 മീറ്ററിലാണ് കേട്ടോ ഈ ക്ലോത്തൊക്കെ എടുത്തത്. ടോപ്പിനുള്ളത് ബോട്ടത്തിന് 2 മീറ്ററും ഷോളിന് സാധാ ആ സെറ്റിലുള്ള 2.5 മീറ്ററും. ഒരാളവിടെ കൊരക്കുന്നുണ്ട്. ഞങ്ങളിവിടെ താമരശ്ശേരിയിലുള്ള പഴയ കസ്റ്റമർ സോണിയുടെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അയ്യോ, ഒരാളവിടെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കല്. നല്ല മാച്ചിങ്. അതാ പറയാ, കറക്റ്റ് മാച്ചിങ്. ഫാമിലി പോയപ്പോ ആദ്യം കണ്ടു. അത് പഴയ മോഡല്ലേ. ഇത് നല്ല കറക്റ്റ് മാച്ചിങ്. ഇന്നലെ വന്നതാണെന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടാവും പറഞ്ഞിട്ട്. അപ്പോൾ സോണിക്ക് വേണ്ടിയിട്ട് 2 ബ്ലൗസും ഒരു ഷ്രഗും പിന്നെ എന്താണ് അമ്മയ്ക്കൊരു ചുരിദാറും മോൾക്ക് 2 ഡ്രസ്സും ഇതൊക്കെയാണ് ഇട്ട് ഡിസൈൻ ചെയ്ത്. അതിൽ ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. പ്രിൻസസ് ഹാൾട്ടർ നെക്കാണ് ഇട്ട് ചെയ്തത്. പ്രിൻസസ് ഹാൾട്ടർ നെക്ക് കണ്ടില്ലേ, വെറൈറ്റിയാണ്. അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് റയോൺ കോട്ടൺ ആയതുകൊണ്ട് നല്ല സ്മൂത്തായി കിടക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് സ്റ്റിച്ചാക്കാൻ പറ്റി, പെട്ടെന്ന് തന്നെ സ്റ്റിച്ചാക്കാൻ പറ്റിയിട്ടോ. ഇതാണ് ഒന്ന് ചെയ്തത്. പിന്നെ ഒന്ന് സാധാ പ്രിൻസസ് ബ്ലൗസാണ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അത് കുറച്ച് ഹെവി മെറ്റീരിയലാണ്, പാർട്ടി വെയർ മെറ്റീരിയൽ, ബ്രൊക്കേഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് കുറച്ച് ഹെവി ആയിരിക്കും. ഈ ചൂടിൽ നല്ല സുഖമായിരിക്കും ഇതിടാൻ. അപ്പോൾ ഇതാണ് കേട്ടോ. അടുത്തത് ഗ്രീൻ കളറ് ബ്രൊക്കേഡ് മെറ്റീരിയലായിരുന്നു തന്നിരുന്നത്. അത് ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ബാക്ക് വശമാണ് കേട്ടോ. ബാക്ക് വശം വീനെക്ക് വേണമെന്ന് പറഞ്ഞിരുന്നു, അതാണ് ചെയ്തത്. ഇതാണ് ഫ്രണ്ട്, പ്രിൻസസ് ആണ്. ഫ്രണ്ടും വീനെക്കാണ്. പിന്നെ അതേപോലെ തന്നെ അതിന് സ്ട്രാപ്പ് ഞാൻ കൊടുത്തതാണ്. അവർക്ക് സ്ട്രാപ്പ് താല്പര്യമില്ല. അപ്പോൾ അത് കാരണം സ്ട്രാപ്പിൻ്റെ എൻഡിൽ ചെണ്ടൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് കംഫർട്ടാണെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാൻ കരുതിയിട്ടോ. അടുത്തത് മോൾക്കുള്ള ഡ്രസ്സാണ് കേട്ടോ. അവരൊരു മോഡൽ തന്നിരുന്നു, ഫോട്ടോ അയച്ചിരുന്നു. അതേമാതിരത്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതിന് അവർ ഓർഗൻസ മെറ്റീരിയലാണ് തന്നത്. ഓർഗൻസ പ്രിൻ്റഡ് ഫ്ലോറൽ പ്രിൻ്റഡ് ആണ് കേട്ടോ. ചെറിയൊരു ടോപ്പും ഒരു പലാസോ പാനൽ കട്ട് ബോട്ടോ ആണ് കേട്ടോ ഞാൻ ചെയ്തത്. ഇത് 2 മീറ്ററും അത് 2 മീറ്ററും ആണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് മീറ്റർ ഞാൻ മെഷർ ചെയ്തില്ല കേട്ടോ. ഇതിൽ ഒരു പേള് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളിയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ലൊരു മോഡലാണ് അവർ തന്നെ. അത് സെയിം അങ്ങ് ചെയ്ത് കൊടുത്തു. ഇതായിരുന്നു അവർ അതിൻ്റെ പലാസോ ബോട്ടത്തിന് തന്ന മെറ്റീരിയൽ. അതും ചെറിയ സീക്വൻസ് ലേസ് പോലെ അതിലുണ്ട് കേട്ടോ. അതേമാതിരി ഇതിൽ ആ സ്റ്റോണ് പറിച്ചെടുത്ത് കൈ നാശമായി.
അടുത്തത് അവർ തന്നത് ചുമ്മാ ഒരു ക്ലോത്താണ്. ഏത് മസ്ലിൻ ക്ലോത്തായിരുന്നു, അതിൽ ചെയ്തതാണ് കേട്ടോ. അതിലൊരു സ്കേർട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞ്, അത് ചെയ്തിട്ട് സ്കേർട്ടിന് കുറേ ഗദറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അവരുടെ അമ്മയ്ക്ക് ഒരു ചുരിദാർ ടോപ്പ് മാത്രം, ഇതും മസ്ലിൻ ക്ലോത്താണ്, അതിൽ ചെയ്യാൻ പറഞ്ഞു, അതും ചെയ്തിട്ടുണ്ട് കേട്ടോ. അടുത്തതൊരു ശ്രഗ്ഗാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് കേട്ടോ, അതൊരു നല്ല രസമുണ്ട് കേട്ടോ. ഒരു മെറൂൺ ഡ്രസ്സിന് വേണ്ടിയിട്ടായിരുന്നു ശ്രഗ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ, ബൈ, സി യു.